എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ബിസിനസ് ആൻഡ് മോട്ടിവേഷണൽ പുസ്തകമാണ് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. പണം സമ്പാദിക്കുക എന്നത് കേവലം അധ്വാനം കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെയാണ് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആ രഹസ്യം? വിജയത്തിലേക്ക് നയിക്കുന്ന ആ പ്രധാനപ്പെട്ട 13 തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചിന്തകളെ എങ്ങനെ സമ്പത്തായും വിജയമായും മാറ്റാം എന്ന് കൃത്യമായ 13 തത്വങ്ങളിലൂടെ നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പലരും ഈ പുസ്തകത്തിന്റെ പേര് കേട്ട് ഇത് വെറും പണമുണ്ടാക്കാനുള്ള വഴികളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഏതു മേഖലയിലും വിജയം വരിക്കാനുള്ള മനഃശാസ്ത്രപരമായ 13 പടവുകളാണ് ഹിൽ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. നമുക്ക് ആ 13 തത്വങ്ങളും ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്തു നിർത്തിക്കൊണ്ട് വിശദമായി തന്നെ പരിശോധിക്കാം. 1. തീവ്രമായ ആഗ്രഹം, ഡിസയർ. വിജയത്തിന്റെ ഒന്നാമത്തെ പടി വെറുമൊരു ആഗ്രഹമല്ല, മറിച്ച് ഒടുങ്ങാത്ത തീവ്രമായ ആഗ്രഹമാണ് ബേണിംഗ് ഡിസയർ. എനിക്കൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ വലിയൊരു ജോലി വേണം എന്ന് വെറുതെ ആഗ്രഹിച്ചാൽ പോരാ. ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമില്ലെന്ന കടുത്ത ശാഠ്യം മനസ്സിലുണ്ടാകണം. 2. ആത്മവിശ്വാസം, ഫെയ്ത്ത്. നമ്മുടെ ലക്ഷ്യത്തിലും അത് നേടിയെടുക്കാനുള്ള നമ്മുടെ കഴിവിലുമുള്ള ഉറച്ച വിശ്വാസമാണിത്. ആധുനിക കാലത്ത് പലരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ, സെൽഫ് ഡൗട്ട് കൊണ്ടാണ്. അചഞ്ചലമായ വിശ്വാസത്തിന് നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്താൻ സാധിക്കും. 3. ആത്മനിർദ്ദേശം, ഓട്ടോ സജഷൻ. നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ നിരന്തരം സംസാരിക്കുന്ന രീതിയാണിത്. എനിക്കിതിന് സാധിക്കും, ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പോസിറ്റീവായ ചിന്തകൾ നിരന്തരം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ഉറക്കെ വായിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. 4. പ്രത്യേക ജ്ഞാനം, സ്പെഷ്യലൈസ്ഡ് നോളജ്. പൊതുവായ അറിവുകൾ, ജനറൽ നോളജ് കൊണ്ട് മാത്രം ആരും സമ്പന്നരാകില്ല. നിങ്ങൾക്ക് വിജയിക്കേണ്ട മേഖലയെക്കുറിച്ച് ആഴത്തിലുള്ള സവിശേഷമായ ജ്ഞാനമുണ്ടായിരിക്കണം. ഇന്നത്തെ ഡാറ്റാ സയൻസ്, AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ യുഗത്തിൽ ഈ തത്വത്തിന് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങളുടെ മേഖലയിലെ വിദ്വാനാകുക, എക്സ്പെർട്ട്. 5. ഭാവന, ഇമാജിനേഷൻ. മനുഷ്യന്റെ മനസ്സിന് രൂപം നൽകാൻ കഴിയുന്ന ഒന്നാണ് ഭാവന. നെപ്പോളിയൻ ഹിൽ ഭാവനയെ രണ്ടായി തിരിക്കുന്നു: സിന്തറ്റിക് ഭാവനയും പഴയ ആശയങ്ങളെ പുതിയ രീതിയിൽ കോർത്തിണക്കുന്നത്, ക്രിയേറ്റീവ് ഭാവനയും പുതിയ ആശയങ്ങൾ ജനിപ്പിക്കുന്നത്. ഇന്ന് ലോകം ഭരിക്കുന്ന വലിയ കമ്പനികളായ ആപ്പിൾ, ടെസ്ല തുടങ്ങിയവയെല്ലാം ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞ ആശയങ്ങളാണ്. 6. ആസൂത്രിതമായ പദ്ധതി, ഓർഗനൈസ്ഡ് പ്ലാനിംഗ്. ആഗ്രഹങ്ങളും ഭാവനയും മാത്രം പോരാ, അവ നടപ്പിലാക്കാൻ വ്യക്തമായ പ്ലാൻ വേണം. നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ലക്ഷ്യം തെറ്റാണെന്നല്ല, നിങ്ങളുടെ പ്ലാൻ ശരിയല്ല എന്നാണ്. ഉടൻ തന്നെ പുതിയൊരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകുക. 7. ദൃഢനിശ്ചയം, തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ. വിജയിച്ച മനുഷ്യരുടെ പ്രധാന പ്രത്യേകത അവർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്നതാണ്. പരാജയപ്പെടുന്നവർ തീരുമാനങ്ങളെടുക്കാൻ ഒത്തിരി സമയമെടുക്കുകയും മറ്റുള്ളവരുടെ വാക്കുകേട്ട് അത് പെട്ടെന്ന് മാറ്റുകയും ചെയ്യുന്നു. സ്വയം തീരുമാനങ്ങളെടുക്കാൻ ശീലിക്കുക. 8. സ്ഥിരത, പെർസിസ്റ്റൻസ്. വിജയത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങളും പരാജയങ്ങളും സ്വാഭാവികമാണ്. അവിടെയാണ് സ്ഥിരത ആവശ്യമായി വരുന്നത്. തോറ്റുപോയാലും വീണ്ടും ശ്രമിക്കാനുള്ള ആർജവം. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടിട്ടും ശ്രമം ഉപേക്ഷിച്ചില്ല എന്നത് ഇതിന്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണമാണ്. 9. മാസ്റ്റർമൈൻഡ് സഖ്യം, പവർ ഓഫ് ദ മാസ്റ്റർമൈൻഡ്. ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതിനേക്കാൾ മികച്ചത് സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങളെക്കാൾ അറിവുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കുക. ഇത് നിങ്ങളുടെ ഊർജ്ജവും വേഗതയും വർദ്ധിപ്പിക്കും. 10. ലൈംഗിക ഊർജ്ജത്തിന്റെ പരിവർത്തനം, ദ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ. മനുഷ്യനിലെ ഏറ്റവും ശക്തമായ ശാരീരികവും മാനസികവുമായ ഊർജ്ജമാണ് ലൈംഗിക ഊർജ്ജം. ഈ ഊർജ്ജത്തെ വെറുതെ പാഴാക്കിക്കളയാതെ അതിനെ സർഗാത്മകവും ഉൽപ്പാദനക്ഷമവുമായ വലിയ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുക, ചാനലൈസ് ചെയ്യുക. കലയിലും ബിസിനസ്സിലും വലിയ വിജയം നേടിയ പലരും ഈ ഊർജ്ജത്തെ മാറ്റിമറിച്ചവരാണ്. 11. ഉപബോധ മനസ്സ്, ദ സബ്കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ 90% നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വികാരങ്ങളും ചിന്തകളുമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പോസിറ്റീവായ വികാരങ്ങൾ, സ്നേഹം, വിശ്വാസം, പ്രത്യാശ കൊണ്ട് ഉപബോധ മനസ്സിനെ നിറയ്ക്കുക. ഭയം, വിദ്വേഷം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ അകറ്റി നിർത്തുക. 12. മസ്തിഷ്കം, ദ ബ്രെയിൻ.
നമ്മുടെ മസ്തിഷ്കം ഒരുതരം സംപ്രേഷണ ഉപകരണമാണ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ. അത് ചിന്താതരംഗങ്ങളെ സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. നമ്മൾ എപ്പോഴും പോസിറ്റീവായ ചിന്തകളിൽ വ്യാപൃതരാകുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് സമാനമായ നല്ല അവസരങ്ങളും ആശയങ്ങളും നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ആകർഷിക്കപ്പെടും. 13. ആറാം ഇന്ദ്രിയം, ദ സിക്സ്ത് സെൻസ്. വിജയത്തിന്റെ അവസാനത്തെ പടിയാണിത്. മുകളിൽ പറഞ്ഞ 12 തത്വങ്ങളും ഒരാൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അയാളുടെ ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻ ഉണരും. അപകടങ്ങളെ മുൻകൂട്ടി കാണാനും വലിയ തീരുമാനങ്ങളെടുക്കാനും ജ്ഞാനോദയം പോലെ ഈ ആറാം ഇന്ദ്രിയം നമ്മെ സഹായിക്കും. വിജയം വരുന്നത് വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്കാണ്. പരാജയം വരുന്നത് പരാജയപ്പെടുമെന്ന് ഭയന്ന് ജീവിക്കുന്നവർക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 13 തത്വങ്ങളും ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ല. ഇതൊരു ജീവിതചര്യയാണ്. ഈ ആധുനിക യുഗത്തിലും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഈ തത്വങ്ങൾ പകർത്തിയാൽ സാമ്പത്തികമായ ഉയർച്ച മാത്രമല്ല, മികച്ചൊരു വ്യക്തിത്വവും വിജയവും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നമുക്കും ഈ പടവുകൾ ഓരോന്നായി കയറാം. ഏവർക്കും നന്ദി, നമസ്കാരം.